Hello dear friends, welcome back. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് again ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിന്റെ ആണ്. ഈ സ്നാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒട്ടും ടൈം കൺസ്യൂമിംഗ് അല്ലാത്ത പ്രൊസീജിയേഴ്സ് ഉള്ള ഒരു സ്നാക്ക് ആണ്. മാത്രമല്ല നമുക്ക് ഇത് ഫ്രോസൺ ചെയ്ത് 1 വീക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ചിക്കൻ ആണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ സൈഡെല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയരുത്, ഇത് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു മിക്സർ ജാറിലിട്ടിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യം ആഡ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അടുത്തത് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം ഇനി നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തതാണ്. നിങ്ങളുടെ ജാറിൽ കൊള്ളുന്ന രീതിയിൽ ബാച്ച് ആയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് 2 പാർട്ടാക്കി എടുക്കുകയാണ്. ഇത് ഒരു ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റി അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനു കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഇനി ഒന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി 2 ഹാഫാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഹാഫ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ യൂസ് ചെയ്യുന്ന സ്ഥലം അതുപോലെ റോളിംഗ് പിൻ ആണെങ്കിൽ അതും നമ്മളൊന്ന് ഓയിൽ യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്യണം. ശേഷം നമുക്കിതുപോലെ ഒരു സ്ക്വയർ രൂപത്തിൽ പരത്തിയെടുക്കാം. കുറച്ച് കട്ടി കുറഞ്ഞിട്ട് വേണം പരത്താൻ. ഈ ഒരു തിക്നെസ്സേ പാടുള്ളൂ, എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി മാറ്റാം. ഞാനിവിടെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഗ്ഗിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ പീസസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കനിൽ നിന്ന് നമ്മൾ അറൗണ്ട് 46 പീസസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിം ഡേ തന്നെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുക. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കിനി ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിത് സ്റ്റോർ ചെയ്യാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോ ദിവസം യൂസ് ചെയ്യുന്ന ബാച്ചായി ഡിവൈഡ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് 1 വീക്ക് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇത് ഉള്ളിൽ കുക്കാവുന്നതിൻ്റെ മുന്നേ കളർ ചേഞ്ച് ആയി പോകും. പിന്നെ ഇതെടുത്ത് മാറ്റുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കോരിയെടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ഈസി സ്നാക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റമദാൻ എല്ലാം സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.